എങ്ങോട്ടേക്കാണ് ഈ യാത്ര എന്ന ചോദ്യത്തിന് ഒറ്റൊരു ഉത്തരവേ ഉള്ളൂ. നമ്മളൊരു പുലിനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഏതാ ഈ പുലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ചച്ചുമോനാണ്. ചച്ചുമോൻ്റെ സ്കൂളിൽ ഇന്ന് ഓണം സെലിബ്രേഷന് ഒരു കുട്ടി പുലിയായിട്ടാണ് ആൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയിക്കുന്നത്. ചച്ചുമോ ഒറ്റയ്ക്കല്ല കേട്ടോ. ചച്ചുമോയെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ഹേസനും കൂടിയും പുലിയാണ്. അങ്ങനെ പുലിക്കുട്ടന്മാരൊക്കെ സ്റ്റേജിൽ കയറി ഡാൻസ് തുടങ്ങി. ആദ്യം ഇത്തിരി നാണിച്ച് നിന്നെങ്കിലും പിന്നെ എണ്ണസംഖ്യ കൂടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര കളിയും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞൊരാൾ നിൽക്കുന്നുണ്ട്. ആ ആളുടെ അമ്മേനെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ മുതലും ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് കയറുവാണ്. അപ്പോൾ ചച്ചുമോൻ്റെ കൂടെ ചച്ചുമോൻ്റെ ഫേവറേറ്റ് മിസ് ദിവ്യ മിസ് ഉണ്ട്. ദിവ്യ മിസ്സിനെ ഭയങ്കര ഇഷ്ടമാണ് യോഷയ്ക്ക്. സത്യത്തിൽ ഇന്നാണ് കേട്ടോ മിസ്സുമാരുടെ ഒരു എഫേർട്ട് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. നമ്മളെ വീട്ടിൽ നിന്ന് പിള്ളേരെ ബാഗും തൂക്കി സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നുണ്ടെങ്കിലും ആഫ്റ്റർ ഹോം എന്താണ് ഒരു അവസ്ഥ എന്നുള്ളത് ഇന്നാണ് ശരിക്കും ഞാൻ നേരിട്ട് കണ്ടത്. അത് കണ്ടപ്പോൾ സത്യത്തിൽ എല്ലാ മിസ്സുമാർക്കും വലിയൊരു അവാർഡ് തന്നെ കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മുടെ വീട്ടിലത്തെ രണ്ടെണ്ണത്തിന് തന്നെ ചില നേരത്തിന് എനിക്ക് തൂക്കിയെടുത്ത് കിണറ്റിലിടാൻ തോന്നിക്കാറുണ്ട്. അപ്പോൾ ഈ കണ്ടമാനം പിള്ളേരെ സഹിക്കുന്ന മിസ്സിൻ്റെ അവസ്ഥയോ. അങ്ങനെ വലിയൊരു ടാസ്കിന് ശേഷം മിസ്സ് ഫോട്ടോ എടുത്തിട്ട് പിള്ളേരെ താഴെ ഇറക്കിയിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണും അവരുടെ കൂടെ കൂടിയുണ്ട് കേട്ടോ. അങ്ങനെ അവിടുത്തെ കളിയും ബഹളമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഗ്രൗണ്ടിലേക്ക് വന്നു. ഗ്രൗണ്ടിൽ വന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ആദ്യം പുലിയുടെ ഡ്രസ്സിൽ തന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഓണായി കഴിഞ്ഞ് നമുക്ക് മുണ്ടെടുത്തുള്ളൊരു ഫോട്ടോ നിർബന്ധമാണല്ലോ. അതും ഒരു പൂക്കളത്തിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന അവിടെ ഇട്ടിട്ടുണ്ടായിരുന്ന പൂക്കളത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് രണ്ടുപേരും കൂടി ഫോട്ടോസ് എടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുഞ്ഞും കയറിയിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞിയുടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോരുന്ന വഴിക്ക് നേരത്തെ കണ്ട ആ കുട്ടിയുടെ അമ്മേനെ കണ്ടു കേട്ടോ. നമ്മുടെ വൈഭൂതി രവീണേനെ കണ്ടു. നമ്മൾ കാണാനായിട്ട് ആഗ്രഹിച്ച ആൾക്കാരെ പെട്ടെന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവുമല്ലോ. ആ ഒരു സന്തോഷമാണ് ഇപ്പം എൻ്റെ മുഖത്തുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.